അയ്യോ വൈബ് സ്ഥലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വൈബ് ആൾക്കാരുമാണ്. റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഏരിയയിൽ കൂടുതലുള്ളത്. പണി പാളി ഗൈസ്, എന്റെ ഷൂ നനഞ്ഞു. അയ്യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് വിത്ത് 007. അപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുവാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസം കേട്ടോ, നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങളിത് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ സാധനങ്ങൾ ഇനി ഒന്ന് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ലങ്ങവാനും ഫോസിൽ പാർക്കും പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ വാമിനെ കൊണ്ട് ബീച്ചിൽ പോയി മണലൊക്കെ വാരി കളിപ്പിച്ച് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു വാമിക്ക്. പിന്നെ ഞങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. തണുപ്പ് ഇത്തിരി കൂടുതലായിരുന്നു, എന്തായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. ഞാൻ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. കാരണം വാമി നല്ല ക്ഷീണിച്ച്, വാമി മീനും കൂടി കിടന്നൊന്ന് ഉറങ്ങി. അപ്പോഴേക്കും ഞാൻ സൺസെറ്റ് കണ്ടിട്ട് വന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പോഴേക്കും ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോഴേ വാമീനെ കിടത്തി ഉറക്കിയേക്കുവാണ്. അപ്പം മീനു വീട്ടിലിരിക്കുവാണ്. ഞാനപ്പോൾ അതേ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, അതായത് ഈ ഗോൾഡൻ അവേഴ്സിലുള്ള വ്യൂ ആണ്. ഇത് സൺസെറ്റിന്റെ സമയമായി. ഇപ്പോൾ 10 മിനിറ്റിനുള്ളിൽ സൺസെറ്റ് കാണിക്കുന്നത്. 5:50 സൺസെറ്റ് കാണിക്കുന്നത് കേട്ടോ. ഇതൊരു ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ കാണാം. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് സീ റെസ്ക്യൂവിൻ്റെ ഓഫീസാട്ടോ ഈ സൈഡിൽ കാണുന്നത്. അതേ സൂര്യൻ അങ്ങനെ പോയി തുടങ്ങി. എന്ത് രസമാണ് സൂര്യൻ പോകുന്നതൊക്കെ. ചുമന്ന കളർ കേട്ടോ, ചുമന്ന കളറും ഈ കടലിന്റെ ആ ഒരു വ്യൂവും അടിപൊളിയായിട്ടില്ലേ. സെയിലിംഗ് ബോട്ടുകളും അങ്ങനത്തെ പാർട്ടി ബോട്ടുകളും എല്ലാ ബോട്ടും കിടക്കുന്നുണ്ട്. സെയിലിംഗ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല കിടലിനായിട്ട് കിടക്കുന്നുണ്ട്. വാഹു, നല്ല സൂപ്പറല്ല. അതിൻ്റെ ഉള്ളിൽ കുറേ എൻ്റർടൈൻമെൻറ്റ് ഏരിയകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മളവിടെ ഒന്നും പോയില്ല. അവിടെ ആണ് ആ ലൈറ്റ് ഹൗസ് കേട്ടോ. ബോട്ടുകളൊക്കെ കിടക്കുന്ന നല്ല അടിപൊളി ബോട്ടുകൾ സൂം ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചുമന്നിരിക്കുവാണ് സൂര്യൻ. എന്ത് വ്യൂ അല്ലേ കേട്ടോ. സൂര്യൻ പോയി ഉള്ള എന്റർടൈൻമെന്റ് ഏരിയ കേട്ടോ. അവിടെ നിന്നൊക്കെ പാട്ട് വരുന്ന കേൾക്കാം. ലുക്ക് കണ്ടോ നിങ്ങള്? വാവ്, ഇത് വിട്ടാൻ തോന്നുന്നില്ല കേട്ടോ ഈ ലുക്ക്. അതാണ് ഈ ലുക്ക്. ഞാൻ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതും ഈ സീൻ കണ്ട എന്റെ പൊന്നോ, ഒരു ഇത്രയും കൂടി ചുമന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ കേട്ടോ. സൂര്യൻ ഓൾറെഡി പോയി. അതേ കേസ് നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാം. കാരണം സൺസെറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ വൈകിട്ടത്തുള്ള ലൈറ്റുകളൊക്കെ വന്നു. ദേ കണ്ടോ ലൈറ്റ് ഹൗസ്. അതാണ് ലൈറ്റ്. ശരിക്കും ലൈറ്റ് ഹൗസ് അതായിരുന്നു. ദേ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ നിങ്ങള്? ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ആയിരുന്നത്. അവിടെ നിന്നാണ് ലൈറ്റ് വന്നോണ്ടിരുന്നത് കേട്ടോ. അതാണ് ഇന്നലെ ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ബിൽഡിംഗ് വന്നിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ലൈറ്റ് വന്നു. കുറച്ച് നേരത്തെ നോക്കിയപ്പോഴും ഞാൻ കണ്ടില്ല. ഞാൻ മറ്റേതാണ് ലൈറ്റ് ഹൗസ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല ലൈറ്റ് ഹൗസ്, അതായിരുന്നു ലൈറ്റ് ഹൗസ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. കണ്ടോ സ്കൈ പാർക്ക്, അത് നമ്മൾ താമസിച്ച റിസോർട്ടിന്റെ തൊട്ടടുത്താണ്. ഞങ്ങൾക്ക് ഇന്നലെ വരാനായിട്ട് നമ്മൾ നേരം വൈകില്ലേ, സമയം വൈകി. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് 12 മണിയാകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് സ്കൈ പാർക്ക് കേട്ടോ. ശരിക്കും ഇപ്പോഴും മൂടൽമഞ്ഞുണ്ട്. ഇപ്പോൾ 10:30 എന്നാലും മൂടൽമഞ്ഞൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉള്ളതാട്ടോ. കാരണം അവിടെ ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെയൊക്കെ നടക്കല് നല്ല രസമായിരിക്കും. ഇത്രയും ഹൈറ്റ് ചെയ്യുന്ന ഇങ്ങനെ നടക്കല്. നമ്മൾ താമസിച്ച റിസോർട്ട് തൊട്ടടുത്ത് തന്നെയാണ്. ആ ഭാഗത്താട്ടോ നമ്മൾ താമസിച്ച റിസോർട്ട്. മീൻ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങോട്ടേക്ക് എത്തി. വാമീനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വാമി പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. വാമി രാറ്റ് തുടങ്ങുന്നുണ്ട്. അവിടുത്തെ പിള്ളേർക്ക് വാമി പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. മീനെ പൊട്ടൊക്കെ തൊടിപ്പിച്ച് മീനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെസ് കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ആ ബിൽഡിങ്ങുകൾ തന്നെ കേട്ടോ, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. പിന്നെ കേപ്പ് ടൗൺ ഫിഷ് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആട്ടോ. അത് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് കേപ്പ് ടൗൺ ഫിഷ് മാർക്കറ്റ് വരുന്നത്. ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. 12 മണിയാകുമ്പോഴാണ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണിപ്പോൾ നമ്മുടെ താമസിച്ച റിസോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കഫേ ഉണ്ട്. പിന്നെ ചെറിയ ലോക്കൽ സാധനങ്ങൾ, ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബിയർ ഷോപ്പ്. ഇതെല്ലാം ആക്റ്റീവ് ആകുന്നുള്ളൂ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടി നേരം വൈകിട്ട് ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പൊ അങ്ങനെ കാഴ്ചകള്. അമീനത് ചെസ് കളിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ മുകളിലേക്ക് കയറ്റി കേട്ടോ. അമീന ചെസ് കളിക്കുവാണ്. എവിടെ വെക്കാ? അത് ഇവിടെ വെക്കി, ഇവിടെ വെക്കി, അവിടെ വെക്കി, അവിടെ വെക്കോ അമ്മി.
അപ്പൊ വാമിലെ ചെസ് കളിക്കുന്നുണ്ടോണ്ടിരിക്കുവാണ്. മാമിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാമിലെ കളിക്കുന്നുണ്ടോ? ഓരോ സാധനം മാറ്റി വെച്ചോണ്ടിരിക്കുവാണ്. അവിടെ ഒരു വേറൊരു പയ്യനും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? വണ്ടിയിലേക്ക് പോകുക കേട്ടോ. കാരണം നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പൊ ഇതാട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഇതേ കണ്ടോ, നമ്മളിത് ഇന്നലെ കണ്ടില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ദൂരെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടെ ഒരു മിനി ഗോൾഫ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മിനി ഗോൾഫ് ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ദേ വാവ്, ചെറിയൊരു മിനി ഗോൾഫ് ഏരിയ. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. ദേ അതാട്ടോ നമ്മൾ താമസിച്ചേ ഗ്രാസ് വാട്ടർ റിസോർട്ട്. അപ്പൊ നമ്മളതേ തിരിച്ച് പോകുവാണ്. തിരിച്ചു പോകുന്ന സ്ഥലത്ത് ഇന്നലെ കാണിച്ചു തന്നില്ലേ ഞാൻ കോൺഫറൻസ് സെന്റർ. ഇന്നലെ അല്ല, ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ തിരിച്ച് നമ്മള് വണ്ടിയിലേക്ക് പോകുവാണ്. മാമി ഇതേ ഇവിടെ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. മാമിനെ ഞങ്ങൾ പൊട്ടൊക്കെ തൊടിപ്പിച്ചിട്ടുണ്ടല്ലോ. മാമിയും മമ്മിയും എന്തേ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അല്ലേ മാമി? ഇവിടെ സൺസെറ്റിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നല്ല കിടിലൻ സൺസെറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വീഡിയോ തിരിച്ചു വന്നിട്ട് മീനുവിനെ കാണിച്ചു കൊടുത്തു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും അവൾക്ക് മുകളിൽ നിന്ന് നോക്കി കാണാൻ പറ്റുമായിരുന്നു, റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴേക്കും ഞങ്ങൾ പാക്ക് ചെയ്ത് കാറിലെല്ലാം കയറ്റി. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം തിരിച്ച് ചെന്നിട്ട് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പിടിക്കാം. അല്ലേ മാമി? യെസ് പറഞ്ഞേ. കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തി. അവിടെ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒരു കോഫി ഷോപ്പിൽ വന്നു കേട്ടോ. ഈ കോഫി ഷോപ്പിൽ ഫ്രഷ് ജ്യൂസ് ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മാമി അവിടെ ഇരിക്കുന്നു. ബോബു ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നോക്കി റോഡ് സൈഡിൽ തന്നെയാണ് ഇരുന്നത്. ഇതേ കണ്ടോ, നമ്മുടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തിരുന്നു. വലിയ തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട് എന്നൊരു സ്ഥിതിയാണ്. നമ്മുടെ ചായയും കോഫി എത്തിയിട്ടുണ്ട്. മീനൊരു ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ പറഞ്ഞത്. ഞാനൊരു ടീ ചായയാണ് പറഞ്ഞത്. ടീ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് തോന്നുന്ന മസാലകളുടെ ഒരു ഇതായിരിക്കും. നോക്കട്ടെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഷുഗർ അവർ സെപ്പറേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. മാമി ചെറിയൊരു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു മാമി. അല്ലേ മാമി? ഞാൻ ഷുഗർ ഇട്ടു, 2 പാക്കറ്റ് ഷുഗർ ഇട്ടിട്ട് ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല സ്പൈസസിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ചിന്നമൻ്റെയാണ് ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എൻ്റെ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഒരു ഹെർബ് മിക്സിൻ്റെ ടേസ്റ്റ്. മീനിൻ്റെ ഹോട്ട് ചോക്ലേറ്റ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഓൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹാഫ് പോർഷനും, പിന്നെ മീനുവിന് ഓർഡർ ചെയ്തത്. മീനുവിന് പച്ച സാൽമനൊക്കെയാണ് ഇഷ്ടം. സ്മോക്ക്ഡ് സാൽമണും എഗ്ഗും പിന്നെ ദേശീയാബിട്ട ബ്രെഡ് കേട്ടോ. പിന്നെ എഗ്ഗ് ബെനഡിക്റ്റ് എന്നാണ് ഇതിൻ്റെ ഇവർ പറഞ്ഞത്. അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതേ ഒരു ടോസ്റ്റ് ഉണ്ട്, കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ ബേക്കൺ, ബീൻസ്, പിന്നെ ബൊറവോൾസും, പിന്നെ ഒരു ചെറിയ ടൊമാറ്റോയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വാമി ഇവിടെ ഇരിക്കുന്നു. വാമിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ വാമിക്ക് കുറച്ച് യോഗട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോഗട്ട് കൊണ്ടുവരും. ഇവിടെ ബട്ടറും ജാമും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുക്കാനായിട്ട് കുറച്ച് യോഗട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാമി യോഗട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോസിൻ്റെ ബോട്ടിലൊക്കെ വാമി പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാമി യോഗട്ട് ഇഷ്ടപ്പെട്ടു. യോഗട്ട് കഴിക്കുന്നുണ്ടോ? ഞാൻ ബട്ടർ തേച്ചു ടോസ്റ്റിൽ. ഇന്ന് കഴിക്കട്ടെ. സ്ക്രാമ്പിൾ എഗ്ഗിൽ നിന്ന് തന്നെ തുടങ്ങും. സാധാരണ എഗ്ഗിൻ്റെ ടേസ്റ്റ് തന്നെ ഉള്ളൂ. ഇതും ഒരു സ്വീറ്റ് ടേസ്റ്റ് കേട്ടോ. സോസ് ഇട്ടിട്ട്, ടൊമാറ്റോ സോസ് ഇട്ടിട്ട് ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഇനി കാരണം വാമിക്കും കൊടുക്കണം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫുഡൊക്കെ കാലിയായി കേട്ടോ. ഫുഡെല്ലാം കാലിയായി. വാമിക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വയറ് ഫുള്ളായി. വാമിക്കുട്ടി വലിയ കാര്യമായിട്ട് കഴിച്ചില്ല, എന്നാലും കുഴപ്പമില്ലാതെ കഴിച്ച് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തോണ്ടാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ.
അപ്പം ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. പോകുന്ന വഴിക്ക് വല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ വിച്ചടിച്ച് പോകും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ലങ്കബാൻ ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. വൺ ലൈഫ് ലിവ് വിത്ത് 007, ലിവ് ഇൻ ദ മൊമെൻറ്റ്. മാമി, മീനു, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ, ടാറ്റ. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ, എല്ലാവർക്കും ബൈ ബൈ കേട്ടോ.